സമയം റോഡിൽ അവസാന പ്രഹരമെന്ന കണക്ക് ജെറി എതിരെ നിൽക്കുന്നവന്റെ കവളിലായി ഒന്ന് കൊടുക്കവേ അവൻ മുന്നിലുള്ള ജിപ്സിക്ക് മുകളിലേക്ക് മലർന്നടിച്ച് ഊക്കോടെ നിലത്തേക്ക് വീണിരുന്നു. വേദനയുടെ ഭയത്തോടെ എണ്ണീക്കവേ തന്റെ മുന്നിലുള്ള ആ ഷൂയിട്ട കാലുകൾ കണ്ടതും ഒരു നിമിഷം പോലും പാഴാക്കാതെ ജിപ്സിക്ക് മുകളിലുള്ള അവന്റെ കാലിലേക്ക് വീണ് കരഞ്ഞവൻ. ഇനി എന്നെ തല്ലല്ല സാറേ, ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഇനി നോക്കില്ല, ഒരു പെണ്ണിനെ തൊടില്ല, എന്നെ വിട്ടേക്കണേ സാറേ. അയാൾ അപേക്ഷ രൂപേണ പറഞ്ഞതും ജിപ്സിക്ക് മുകളിൽ മടക്കി വെച്ച കാൽ അവന്റെ നെഞ്ചിലേക്ക് പതിച്ച് പുറത്തേക്ക് വന്നിരുന്നു. മുന്നിലുള്ളവൻ അലറിക്കൊണ്ട് റോഡിലേക്ക് മലർന്നടിച്ച് വീഴവേ ജിപ്സിക്ക് മുകളിലുള്ളവൻ കാറ്റുപോലെ നിലത്തേക്ക് ചാടിയതും നെറ്റിയിലേക്ക് വീണ ചെമ്പൻ മുടി ഇഴകൾ അവൻ കൈകളാൽ പിന്നിലേക്ക് ഒതുക്കി മാറ്റവേ കയ്യിലെ ടാറ്റുവും ഒരു തരം വന്യമാർന്ന അവന്റെ പൂച്ചക്കണ്ണും ഒരുപോലെ തിളങ്ങി. ബ്ലൂ ഷർട്ടിന് പുറമെ റെഡ് ജാക്കറ്റ്, ബ്ലൂ ജീൻ ആണ് അവന്റെ വേഷം. മുന്നിലുള്ളവനിലേക്ക് ഒരണുവിനെ പോലും നോട്ടം വിടാതെ അവനിലേക്ക് കാലടുക്കവേ കഴുത്തിലായി ലോക്കറ്റോട് കൂടെ സിൽവർ ചെയിൻ കൂടുതൽ മിഴിവോടെ തിളങ്ങി. അത് അവന്റെ നെഞ്ചിലായി തട്ടിത്തെന്നി മാറവേ അവന്റെ ബൂട്ട്സിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന അത്രയും പേർ അവനിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നതും അടി കൊണ്ടവൻ പേടിയോട് പതിയെ എഴുന്നേറ്റ് ബസ്സിലേക്ക് ചേർന്ന് നിന്നതും വന്നവൻ അവന്റെ തൊട്ടുപുറകിലായി ബസ്സിന് മുന്നിൽ കാല് കയറ്റി വെച്ച് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഒരു പഫ് വലിച്ചു വിട്ടതും ചുറ്റും കൂടി നിന്നവർ അവിടെ നടക്കുന്നത് ഓരോന്ന് കണ്ണുമിഴിച്ചു നോക്കിയതും 1-2 നിമിഷത്തിന് ശേഷം അടി കൊണ്ടവന്റെ കണ്ണിലേക്ക് നോക്കിയ അവന്റെ കണ്ണുകളിൽ വിരിയുന്ന വന്യഭാവം അടി കൊണ്ടവൻ പേടിയോടെ നോക്കി കണ്ടതും അവന്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു കഴിഞ്ഞിരുന്നു. വെറുതെ വിട്ടെന്ന് കരുതണ്ട, ഇനി ഏതെങ്കിലും പെണ്ണിനെ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ വെച്ചേക്കത്തില്ല, തീർത്ത് കളഞ്ഞിരിക്കും അലക്സ്, ബസ് അടക്കം. എരിയുന്ന കണ്ണുകളാൽ വലിഞ്ഞു കയറിയ മുഖത്തോടെ അത്രമാത്രം പറഞ്ഞവൻ സ്ലോ മോഷനിൽ കഴുത്തിലെ ചെയിൻ ഒരു ഭാഗത്തേക്ക് വലിച്ചിട്ട് സിഗരറ്റ് ചുണ്ടോടടുപ്പിച്ച് തിരിഞ്ഞു നടക്കവേ പിന്നിലായി അവന്റെ കൂട്ടുകാരൻ ജെറി അടിച്ചവനെ ഒന്ന് നോക്കി കയ്യിലുള്ള ഹോക്കി സ്റ്റിക്ക് എങ്ങോട്ടെന്നില്ലാതെറിഞ്ഞ് അവന്റെ പിന്നാലെ വന്നിരുന്നു. ചുറ്റിലും പലതരം ഭാവങ്ങളോടെ ആളുകൾ നോക്കവേ പെൺകുട്ടികളുടെ കണ്ണിൽ അവനോടുള്ള ആരാധന നിറഞ്ഞു നിന്നു. അമ്മ അതിന് മുതലാണെന്നേ, ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകുന്ന ഒരടാർ ഐറ്റം. കുരിശെങ്കിൽ തറവാട്ടിലെ മൂത്ത പുത്രൻ, ദ ഗ്രേറ്റ് ബിസിനസ് എന്റർപ്രണർ ഓഫ് മംഗലസ് ഇൻഡസ്ട്രിയൽ ഓഫ് ഗ്രൂപ്പ്, എ ഹൗ ഹാൻഡ്സം അലക്സ് ഡാനിയൽ കുരിശിങ്കൽ. ഒരു റയർ പീസാണ് ചെക്കൻ. ദേശത്തിന്റെ കാര്യത്തിൽ അപ്പനെ വരെ കടത്തിവിട്ടുന്ന മുതൽ എക്സ്ട്രീം ലെവൽ ടെമ്പർ ആൻഡ് എക്സ്ട്രീം ലെവൽ ലവ്. മനസ്സിലായില്ലേ? ദേഷ്യപ്പെട്ട ഇതുപോലെ വടിച്ചെടുക്കാം, എന്നാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒടേ തമ്പുരാനെ പോലും പിടിച്ചാ കിട്ടില്ലെന്നേ. കൂടെ ഉള്ളവനാണ് ജെറിൻ തോമസ്, അലക്സിന്റെ വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഒരുത്തനിട്ട് പൂശിയവൻ. എല്ലാവരും അവനെ മിഴിച്ചു നോക്കവേ അവൻ ജിപ്സി പറപ്പിച്ച് അവിടെ നിന്ന് പോയതും ബ്ലോക്ക് ആയിരുന്ന വണ്ടികൾ മുഴുവൻ പല വഴിക്ക് പോയി തിരക്കൊഴിഞ്ഞു. അമ്മേ, ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറിക്കൊണ്ട് വൈശ്യ വിളിച്ചതും അകത്ത് നിന്ന് സാരി തലപ്പായി കൈ തുടച്ചുകൊണ്ട് ആ മധ്യവയസ്കയായ സ്ത്രീ പുറത്തേക്ക് വന്നു. ആഹാ, മോള് വന്നോ? എന്തോ വൈകിയ മോളെ? ഒന്നും പറയണ്ട അമ്മേ, വഴിയിലെന്തോ അടിപിടി, ഒരു ഓട്ടോ പിടിച്ചിപ്പോ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പൊ വന്നില്ലേ അമ്മേ? ബാഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവള് ചോദിക്കവേ വന്നു, എന്തോ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ആരോട് വഴക്കുണ്ടാക്കിയ വരവാണെന്ന് ആർക്കറിയാം. മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ക്ഷീണം ഉള്ളതല്ലേ, അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മ അകത്തേക്ക് പോയതും വൈശു ഒന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അകത്തേക്ക് കയറി ചുറ്റും നോക്കവേ പെട്ടെന്ന് പിന്നിൽ നിന്നാരോ വയറ്റിലോട് ചുറ്റി കെട്ടിപ്പിടിച്ചതും പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും അപ്പൊ തന്നെ അത് മാറി കുസൃതിയോടെ ഒന്ന് ചിരിച്ചു. അപ്പൂട്ടാ. അപ്പോ അവളുടെ പിന്നിലൂടെ തലയിട്ട് നോക്കി ചിരിച്ചുകൊണ്ട് വിളിക്കവേ മനസ്സിലായല്ലോ കള്ളി ചേച്ചി. മനസ്സിലായി. മാറി അപ്പു, മേലാകെ വിയർപ്പ, നീയും കൂടി മുഷിയും. അത് സാരമില്ല, എന്റെ ചേച്ചിയുടെ വിയർപ്പല്ലേ, ചേച്ചിയുടെ വിയർപ്പിന് പോലും നല്ല സ്മെല്ലാന്നേ. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പോയിട്ട്? അതൊക്കെ നന്നായിരുന്നു. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇന്ന് കോളേജിൽ എന്തായിരുന്നു, ആരുമായിട്ടായിരുന്നു ഇന്ന് മോളുടെ സ്റ്റണ്ട്? അപ്പുവിനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ചെറിയ ഗൗരവത്തോടെ അവളെ നോക്കി ചോദിച്ചതും അപ്പു മുഖം ഒരു ഭാഗത്തേക്ക് കോട്ടി അവളെ വിട്ട് തിരിഞ്ഞു നിന്നു. പതിവുള്ളത് തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചിയോട് ഒരുത്തനെ കുറിച്ച്? അവൻ തന്നെ, ആ ഫിലിക്സും ഗാങ്ങും. മിക്കവാറും അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും.
എല്ലാ പെൺകുട്ടികളോടും കളിക്കുന്ന കളി എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. വൃന്ദയ്ക്ക് നേരെ വന്ന പിന്നെ അവനിട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ അടങ്ങൂ. നോക്കാം അവന്റെ കളി എവിടം വരെ പോകുമെന്ന്. ദേഷ്യത്താൽ വലിഞ്ഞു കയറിയ മുഖവുമായി എങ്ങോട്ടോ ഉറ്റുനോക്കി പറയുന്ന അപ്പുവിനെ കണ്ട് വൈശു, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒടുക്കം ഓരോ പ്രശ്നം ഉണ്ടാക്കി എൻ്റെ അടുത്ത് വന്നാൽ ചൂലെടുത്ത് ഓടിക്കും ഞാൻ. പറഞ്ഞേക്കാം, എന്താന്ന് വെച്ച ചെയ്. അവളെ നോക്കി പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അപ്പു ഓടി വന്ന് അവളെ പിടിച്ചു വെച്ചു. എന്റെ ചേച്ചി, ഞാൻ ആരോട് പ്രശ്നത്തിന് പോവല്ലല്ലോ. എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നിട്ടല്ലേ ഞാൻ തിരിച്ചു പണിയുന്നേ. അതൊക്കെ വിട് ചേച്ചി എന്ന് പോയിട്ട് എന്താ വിശേഷം? വല്ല ചുള്ളന്മാരെ കണ്ടുപിടിച്ചോ എന്ന് പറയലും വൈശു അവളുടെ ചെവി പിടിച്ച് പൊന്നാക്കിക്കൊണ്ട്, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന പഠിക്കടി. അവൾക്ക് വേറൊന്നും ചോദിക്കാനില്ല. പിന്നെ ഞാൻ അതിനല്ലേ പോകുന്നേ എന്ന് പറഞ്ഞ് ഉടുത്തു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് പോവാനഞ്ഞതും അപ്പോ വീണ്ടും അവളെ തടഞ്ഞുകൊണ്ട്, അങ്ങനെ പറഞ്ഞ് ഒഴിയാനൊന്നും നോക്കണ്ട. എൻ്റെ ചേച്ചി പെണ്ണിനെ ആർക്കാ ഇഷ്ടമാവാത്തെ? യവന സുന്ദരിയല്ലേ എൻ്റെ ചേച്ചി. ആര് കണ്ടാലും നോക്കി നിന്ന് പോവില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ ചേച്ചി, സത്യം പറയണം. ചേച്ചിക്ക് എങ്ങനെ ആരോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലേ? താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടുള്ള അവളുടെ അവസാന ചോദ്യം കേട്ടതും വൈശു അവളെ കണ്ണു തുറപ്പിച്ച് നോക്കി ദഹിപ്പിച്ചു. അപ്പോ നീ എൻ്റെന്ന് വാങ്ങിക്കും? പറ ചേച്ചി, എൻ്റെ അളിയൻ ഒരു ഹോട്ട് ഹാൻസം ബോയ് ആണെങ്കിലോ എങ്ങനെ ഇരിക്കും? ചേച്ചി ഓക്കെ പറയുവോ? എന്തായിരിക്കും ആ ഫീൽ? നിങ്ങളുടെ റൊമാൻസ് ചേട്ടനും ചേച്ചിയും ഒരു റൂമിൽ. ബാക്കി ഞാൻ പറയുന്നില്ല, എനിക്ക് നാണാ. ഇവളെ ഇന്ന് ഞാൻ നിക്കടി വൃത്തിയിട്ടവളെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഓടിയതും കയ്യിലുള്ള ഡ്രസ്സ് ദേഷ്യത്താൻ നിലത്തേക്കിട്ട് വൈശു ഉറഞ്ഞു തുള്ളിക്കൊണ്ട് കയ്യിൽ കിട്ടിയതെന്തോ എടുത്ത് അവളുടെ പിന്നാലെ ഓടിയിരുന്നു. അമ്മേ, ഓടി വരുന്നേ, ഈ ചേച്ചി എന്നെ കൊല്ലുന്നേ, നിക്കടി അവിടെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുപിടി പിശാചേ. അപ്പോ ഓടി അടുക്കളയിൽ നിന്ന് വരുന്ന അമ്മയുടെ പിറകിലായി പോയി ഒളിച്ചു. തുടങ്ങിയവ രണ്ടും. എന്താ അപ്പു, എന്താ മോളെ? ഓടി അമ്മയുടെ പിറകിലായി ഒളിച്ചിരിക്കുന്ന അപ്പുവിലേക്കും മുന്നിൽ ധാവണത്തുമ്പ് ഇടുപ്പിൽ കുത്തി കിട്ടിയ വടി കയ്യിൽ പിടിച്ച് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന വൈശുവിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ പറയവേ, എനിക്ക് അറിയില്ല അമ്മേ. നിനക്കറിയില്ല അല്ലേ? വാ തുറന്ന അശ്ലീകരം. വന്ന് ഒട്ടും ലൈസൻസ് ഇല്ല നാക്കിന്. നീ ഇങ്ങ് വാടി, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും വൃത്തികെട്ടവളെ എന്ന് പറഞ്ഞു വൈശു അവളെ കനപ്പിച്ചു നോക്കി മുഖം വീർപ്പിച്ച് പോകാനഞ്ഞതും അപ്പു അമ്മയുടെ അടുത്തൊന്ന് ഓടിച്ചെന്ന് വൈശുവിനെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തി ഓടി. സ്റ്റിൽ ഐ ലവ് യു ചേച്ചി എന്നോടുന്നതിനിടയിൽ പറഞ്ഞത് കേട്ട് വൈശു ഒന്ന് ഞെട്ടി കവളിൽ കൈവച്ചു. ഒരു നിമിഷം നിന്നു, പിന്നെ അമ്മയെ നോക്കി ചിരിച്ചു. ഇങ്ങനൊരു പെണ്ണ്. കുരിശിങ്കൽ തറവാട്ടിലേക്ക് അലക്സിന്റെ ജിപ്സി ഒരു ഇരുമ്പിനോട് വന്നു നിർത്തി. ഡ്രൈവേ സീറ്റിൽ നിന്നവൻ പുറത്തേക്ക് ഇറങ്ങി കാലുകൊണ്ട് ഡോർ ചവിട്ടി അടച്ചു. ഡാ, ഞാൻ വരണോ? അന്നമ്മ പൊക്കിയ എന്നാ പറയും? വായിലെന്തോ ചവച്ച് കീ കറക്കി മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുന്ന അലക്സിനെ നോക്കി ജെറി ചോദിച്ചതും അലക്സ് ഒന്ന് നിന്ന് തിരിഞ്ഞവനെ നോക്കി. അതിന് നീ വാ തുറന്നാലല്ലേ? കമാന്നൊരക്ഷരം മിണ്ടിയ പൊന്നുമോ നാളെ ഉദയം കാണത്തില്ല. നീ വാ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നതും ജെറി മുകളിലേക്ക് നോക്കി. കർത്താവേ കാത്തോണേ പറഞ്ഞു കുരിശ് വരച്ച് അവന്റെ കൂടെ പോയി. പതിയെ ശബ്ദമുണ്ടാക്കാതെ സ്പെയർ കീ ഉപയോഗിച്ച് അവൻ ഡോർ തുറന്നു. നമ്മുടെ ചെക്കൻ നേരത്തെ വീട്ടിലെത്തുന്ന ദുശീലങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അവൻ തന്നെ സ്പെയർ കീ ഉണ്ടാക്കിച്ചതാണ്. അല്ലെങ്കിൽ അമ്മച്ചി വെളിയിൽ കിടത്തോന്ന് അവൻ അറിയാം. അകത്ത് കയറി സ്റ്റെയർ കയറവേ പെട്ടെന്നായിരുന്നു എന്റെ മോനൊന്ന് നിന്നേ. പെട്ടടാ, ജെറി ആയിരുന്നു. മുന്നോട്ടെടുത്തക്കാൽ പിന്നിലേക്ക് വെച്ച് അലക്സ് തിരിഞ്ഞതും മുന്നിൽ ഇടുപ്പിൽ കൈവച്ച് തുറച്ചു നോക്കി ദഹിപ്പിക്കുന്ന അന്നമ്മ. രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നീ എവിടായിരുന്നു അലക്സ്? സമയം എത്ര ആയടാ? അലക്സ് നെറ്റിയിൽ വിരൽ വെച്ചൊന്ന് ഒഴിഞ്ഞു. അലക്സിന്റെ പിന്നാലെ നിന്നോണ്ട് ജെറി. 11 ആയിട്ടുള്ളൂ, ഇന്ന് നേരത്തെ എന്ന് പറയടാ എന്ന് തലയിട്ട് പറയുന്നത് കേട്ട് അലക്സ് അവനെ ഇടം കണ്ടിട്ട് തുറച്ചു നോക്കി. മിണ്ടാതിരിക്കടാ. എന്റെ കർത്താവേ, ഇതെന്നെ ഈ കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നേ. നെഞ്ചിൽ കൈവച്ച് കണ്ണൻ തള്ളി അലക്സിന്റെ കൈ പിടിച്ച് പൊക്കിക്കൊണ്ട് അന്നമ്മ ചോദിച്ചതും പിന്നെ നിന്ന് ജെറി പുറത്തേക്ക് ചാടിക്കൊണ്ട്, അയ്യോ ഇത് ലണ്ടൻ ഫാഷൻ അമ്മച്ചി, ടാറ്റു എന്ന് പറയും. മിണ്ടരുത്. വന്ന് സ്വഭാവം കോലും ഒരു കണക്കാ. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് എന്നരാരാ റോഡിൽ വെച്ചുണ്ടായത്? ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് നീ കരുതണ്ട എന്നും പറഞ്ഞ് അന്നമ്മ കലിപ്പിട്ടതും അലക്സ് കണ്ണുയർത്തി ജെറിയെ നോക്കിയതും ജെറി അന്തം വിട്ട് അവനല്ലെന്ന മട്ടി തലയാട്ടി. നീ അവനെ നോക്കി ദഹിപ്പിക്കണ്ട, അവനൊന്നുമല്ല എന്നോട് പറഞ്ഞ്. നിന്റെ പപ്പ വിളിച്ചിരുന്നു. പൊന്നു മോന്റെ തല്ലുപിടുത്ത് റോഡിൽ ഇറങ്ങിയെന്ന് പറഞ്ഞേച്ച് ആരോ വീഡിയോ എടുത്ത് പപ്പയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്.
മോന്റെ തോന്നിയാസം കാരണം 2 മണിക്കൂർ ബ്ലോക്ക് ഉണ്ടാക്കിയത് അങ്ങേര് പറഞ്ഞാ ഞാൻ അറിഞ്ഞേ. വന്ന് കാലെടുത്ത് വെച്ചില്ല, അവൻ അപ്പോഴേക്ക് തുടങ്ങി. ഇങ്ങനെ പോയ എന്നെ അവൻ എന്റെ മാതാവേ. അമ്മച്ചി, അത് ആ തെണ്ടി ഏതോ കൊച്ചിനോട് മോശമായി പെരുമാറിയതിനാ. അലക്സ് അല്ല അടിച്ച്, ഞാനാ അമ്മച്ചി. അലക്സിന്റെ പിന്നിൽ നിന്ന് തലയിട്ട് ഇളിച്ചുകൊണ്ട് ജെറി പറഞ്ഞതും അറിയാം. വീഡിയോ ഞാൻ കണ്ടു, നിനക്കുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നതായാലും ഇവന്റെ വലം കൈയല്ലേ നീ, ഇവൻ പറയാതെ നീ ചെയ്യില്ലല്ലോ. അത് പറയലും ടേബിളിൽ നിന്ന് വെള്ളം നിറച്ച് ജഗ്ഗു ഒരു ശബ്ദത്തോടെ നിലത്തേക്ക് വീണ് ചിന്നിച്ചിതറി. ഞാൻ തന്നെയാ പറഞ്ഞേ, ഞാൻ തന്നെ അടിച്ചേ. ഇനി മമ്മിക്ക് എന്നെ അറിയണ്ടേ? തോന്നിയാസം കാണിച്ച് വെച്ച് പൊറിപ്പിക്കത്തില്ല ഒരുത്തനെ. അതിന് ഏത് പുണ്യാന്റെ മോനായാലും എനിക്ക് ഒരുത്തനെ പേടിയില്ലെന്നറിയാലോ. എനിക്ക് തല്ലാ തോന്നിയ തല്ലും, കൊല്ലാ തോന്നിയ കൊല്ലും. അലക്സ് ഇങ്ങനെയാണ്, എന്നെ സഹിക്കുന്നവർ എന്റെ കൂടെ നിന്നാ മതി, അല്ലാത്ത ഒരെണ്ണോ എനിക്ക് വേണ്ട. പിന്നെ പപ്പയോട് പറഞ്ഞേക്കും അമ്മ, എന്നെ ശരിയാക്കാനോ നിയന്ത്രിക്കാനോ വരരുതെന്ന്. വന്നാൽ പിന്നെ അലക്സിനെ ഈ വീട്ടിൽ കാണത്തില്ലാരും. ദേഷ്യത്തിൽ വിറച്ച് കത്തുന്ന കണ്ണാലെ അത്രേ പറഞ്ഞവൻ അവരെ ദഹിപ്പിച്ച് നോട്ടം നോക്കി മുകളിലേക്ക് പോയതും 2 പേരും അവന്റെ പോക്ക് കണ്ട് കിളി പോയ മട്ടി നിന്നുപോയി. എന്നാണ് ജെറി ഇവൻ ഇങ്ങനെ? ഓരോ ദിവസവും ഇവനെ ഓർത്ത് അങ്ങേർക്കും എനിക്ക് വാദിയ. ഒരു മിന്നു കെട്ടാന്ന് വെച്ചാ അതിനൊക്കത്തില്ലല്ലോ കർത്താവേ. അവൻ പോയ വഴിയെ നോക്കി നെറ്റിൽ കൈ താങ്ങിക്കൊണ്ട് അടുത്തുള്ള സോഫയിലേക്ക് ഇരുന്ന അന്നമ്മ വേവലാതിയോട് പറഞ്ഞതും ജെറി അവരുടെ അടുത്തായി പോയിരുന്നു. മമ്മ, കർത്താവിനോർത്ത് അബദ്ധം ഒന്നും കാണിക്കരുതേ. കഴിഞ്ഞ വരവിന് അന്നമ്മ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ നോക്കിയിട്ട് എന്നാ ഉണ്ടായേ? അവന് വീട് ഉരുന്നു മറിച്ചിട്ടത് ഓർമ്മയുണ്ടോ? അവന് പെണ്ണും പിടക്കോഴും ശരിയാവത്തില്ലെന്ന് അന്നമ്മയ്ക്ക് അറിയാലോ. ഇനി ഞാൻ ഇതിനെ പറ്റി പറഞ്ഞ് എന്നെ അവൻ പച്ചയ്ക്ക് കൊളുത്തുമെന്ന പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ നിർത്തി. അവന്റെ ഈ സ്വഭാവത്തിന് ഏതെങ്കിലും റെയർ പീസ് ഉണ്ടെങ്കിൽ വരട്ടെ. അവന്റെ വാര്യനെ പിടിച്ച ഏതെങ്കിലും വരും അന്നമ്മോ, അല്ലാതെ എവിടെ പോവാനാ? അവന്റെ കൺമുമ്പിൽ തന്നെ പെടും. ഇപ്പൊ അത് വിട്ടെ, എന്നിട്ട് എനിക്കൊരു റൂം റെഡിയാക്കി താ. ഇപ്പൊ അവന്റെ അടുത്ത് പോയാൽ ലവനിന്റെ വാര്യയിൽ ഒരു ഷട്ടർ കളിക്കും. സോ ഹെവി റിസ്ക് ആൻഡ് ഗോ ബാക്ക്. അവന്റെ പറച്ചിൽ കേട്ട് അന്നമ്മ ചിരിച്ചുകൊണ്ട്, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, വാ അമ്മച്ചി കഴിക്കാൻ എടുത്ത് വെക്കാം. ഹേയ് വേണ്ട, പുറത്തുനിന്ന് കഴിച്ചു. നല്ല കരിമീൻ പൊളിച്ചതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും വേണ്ട ജെറുമോനെ നിനക്ക്. തിരിഞ്ഞു പോകാൻ നിന്ന ജെറി സ്പോട്ടിൽ അന്നമ്മയുടെ അടുത്തെത്തി ഇളിച്ചു കാണിച്ചു. ഇതൊക്കെ നേരത്തെ പറയണ്ടേ അന്നമ്മോ? വേഗം വാ, നല്ല വിശപ്പ്. ഇന്ന് അവന്റെ കരിമീനും ഈ ജെറിക്ക് സ്വന്തം എന്നും പറഞ്ഞ് അന്നമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ച് കിച്ചണിലേക്ക് തുള്ളിച്ചാടി പോകുന്ന ജെറിയെ കണ്ട് അവർ അവനെ അടിക്കാനോങ്ങി. പിന്നെ ചിരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോയി. ഇതേ സമയം ബാൽക്കണിയിൽ സീവ്ലെസ് ബനിയന് മുട്ടുവരെയുള്ള 3/4 ധരിച്ച് ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി അലക്സ് കണ്ണടച്ചതും ഏതോ ഒരു കൊലുസിന്റെ ശബ്ദം അവന്റെ കാതിലായി പതിഞ്ഞതും ഞെട്ടി കണ്ണു തുറന്നവൻ ദേഷ്യത്തോടെ ചുണ്ടിലെ സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ച് അടുത്തുള്ള ടേബിളിന്റെ മുകളിലായി വില കൂടിയ മദ്യമെടുത്ത് ഓപ്പൺ ചെയ്ത് ബീൻ ബാഗിലേക്ക് വീണുകൊണ്ട് അത് ചുണ്ടോടടുപ്പിച്ച് കുടിച്ചു. തല പിന്നോട്ടാക്കി കണ്ണടച്ച് കിടന്നു. കോളേജിലെത്തിയ വൃന്ദെ മറ്റു കുട്ടികൾ വല്ലാത്ത നോട്ടം നോക്കി അടക്കം പറയുന്നതും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത്. ക്ലാസ്സിലും തന്നെ കണ്ട് എല്ലാവരും അടക്കം പറയുന്നതും ചിലർ ചിരിക്കുന്നതും കണ്ട് ചിലപ്പോൾ ഇന്നലത്തെ ഇൻസിഡന്റ് കൊണ്ടാകുമെന്ന് കരുതി അവൾ അത് കാര്യമാക്കാതെ അവരെല്ലാം ഒരു നോട്ടം നോക്കിയിട്ട് തന്റെ സീറ്റിലേക്ക് പോയിരുന്നതും പുറത്തുനിന്ന് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് അടുത്തേക്ക് വന്ന് പറയുന്ന കാര്യം കേട്ടതും വൃന്ദ നെട്ടിത്തരിച്ചു പോയി. അടുത്ത നിമിഷം തന്നെ അവൾ എല്ലാവരെയും തള്ളി മാറ്റി നോട്ടീസ് ബോർഡ് അടുത്തേക്ക് ഓടിയെത്തവേ തന്റെ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. നിശ്ചലമായ കണ്ണുകളിൽ അതിവേഗ കണ്ണുനീർ ചാലിട്ടൊഴുകി. താൻ വേറൊരുത്തന്റെ കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ച് നിൽക്കുന്ന ഫോട്ടോസ് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ഒരു നിമിഷം ഈറനണിഞ്ഞ കണ്ണുകളിൽ അടുത്ത നിമിഷം കനലെരിഞ്ഞതും ദേഷ്യത്താൽ ശരീരം മുഴുവൻ വിറച്ചവൾ അത് വലിച്ചു കീറി മുന്നിലുള്ളവരെ തള്ളിമാറ്റി ഓടിയതും അവളെ വിളിച്ചുകൊണ്ട് ഫ്രണ്ട്സ് അവളുടെ പിന്നാലെ ഓടി. ഇതേ സമയം ബൈക്കിലിരുന്ന് അഖിലിനോട് സഞ്ജുവിനോട് സംസാരിക്കുകയായിരുന്ന ഫിലിക്സ് പുറത്തായി ആരോ അടിച്ചതും അവനും ബൈക്കും നിലത്തേക്ക് മറിഞ്ഞു വീണു. ഞൊടിയിടയിൽ കലിപ്പ് പുറത്തെടുത്ത് പിടഞ്ഞെഴുന്നേറ്റ് ഫിലിക്സ് മുന്നിൽ കലങ്ങിയ കണ്ണുമായി തന്നെ കൊല്ലാനുള്ള ദേഷ്യമായി ബെൽറ്റ് കയ്യിൽ പിടിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ഒരു നിമിഷം വേണ്ടി വന്നു അതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ. അത് മനസ്സിലായതും അവനിൽ ചെറിയൊരു പുച്ഛച്ചിരി വിരിഞ്ഞതും അടുത്ത നിമിഷം അവൾ അവന്റെ അടുത്ത് പാഞ്ഞു വന്ന് അവന്റെ കവളിൽ തന്റെ കൈ പതിച്ചിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയതും വഴിക്ക് വെച്ച് ദീപിക ചേച്ചിയെ കണ്ടു. ബസ്സിൽ കയറി ഞങ്ങൾ ഒരുമിച്ച് ഓരോ വിശേഷം പറഞ്ഞുകൊണ്ട് ഷോപ്പിലെത്തിയതും ഞാൻ ഡ്രസ്സ് മാറി വന്ന് കട തുറന്നു. ആളുകളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. സ്റ്റാഫ്സ് എല്ലാവരും ഇന്നലെ കണ്ട പരിചയത്തിൽ ഓരോ വിശേഷം ചോദിച്ചതും ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തു. ഇന്നലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല കൂട്ടായത് കൊണ്ടായിരിക്കും ഇന്നലെ ഉണ്ടായിരുന്ന ടെൻഷനോ പേടിയോ ഒന്നും ഇപ്പോൾ തോന്നിയിരുന്നില്ല.
എന്റെ പ്രായത്തിലുള്ള ആരും തന്നെ ഇല്ല. എല്ലാവരും എന്നെക്കാൾ 2-3 വയസ്സെങ്കിലും മൂപ്പുള്ളവരും അതിൽ കൂടുതലും ഒക്കെയാണ്. എങ്കിലും അതിനൊരു വേർതിരിവ് കാണിക്കാതെയാണ് അവരുടെ പെരുമാറ്റം. സത്യം പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. ടീ ടൈം ആയതും സ്റ്റാഫ്സ് ഓരോരുത്തർ പോയി ടീ കുടിച്ച് വരാൻ തുടങ്ങിയതും ഞാനും ഓരോരുത്തർ ഒഴിയുന്നതനുസരിച്ച് എൻ്റെ അടുത്തുള്ള സ്റ്റാഫ് രേവതി ചേച്ചിയോടൊപ്പം പോകാനിരിക്കെ പെട്ടെന്നാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത്. നോക്കിയപ്പോ അമ്മയാണ്. ചേച്ചിയോട് പൊക്കോളം പറഞ്ഞ് അമ്മയുടെ കോൾ എടുത്തു. ചെവിയിൽ വെച്ചതും വേവലാതിയോടുള്ള അമ്മയുടെ സംസാരമാണ് ആദ്യം തന്നെ കേട്ടത്. അമ്മ പറയുന്നത് കേട്ട് ഒരു നിമിഷം പകച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അത് ദേഷ്യത്തിലേക്ക് വഴിമാറിയതും അവൾ അമ്മയെ സമാധാനിപ്പിച്ചു. അമ്മ വിഷമിക്കാതിരിക്കെ, ഞാൻ പോയി നോക്കിക്കോളാം എന്ന് അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത ശേഷം ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. സമയം നോക്കിയതും 12 മണി ആവുന്നതേ ഉള്ളൂ. ഈ സമയം ലീവ് ചോദിച്ചാൽ സാർ തരുമോന്നറിയില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷെ പോകാതിരുന്നാലും പറ്റില്ലല്ലോ. ഇവളിനി എന്തൊക്കെ പുകലുണ്ടാക്കിയിട്ടുണ്ടാകുമോ എന്തോ. എൻ്റെ കൃഷ്ണ. ഒരു നിമിഷം ദേഷ്യത്തോട് ഉരുവിട്ടുകൊണ്ട് മനസ്സിനെ ധൈര്യപ്പെടുത്തി മാനേജറുടെ അടുത്തേക്ക് പോയി സാറിനോട് കാര്യം പറഞ്ഞതും സാർ അനുവാദം തന്നതും അവൾ ബാഗും എടുത്ത് ഷോപ്പിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് വൃന്ദ പഠിക്കുന്ന കോളേജിലേക്ക് പോയി. പപ്പയുടെ പിൻബലത്തിലാണ് മോന്റെ കളിയെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തിക്കോ ഫിലിക്സ്. അറിയാലോ, ഒരു കോൾ മതി. പിന്നെ മോൻ കോളേജിൽ വരുന്നത് പഠിക്കാനല്ല ഗുണ്ടായസത്തിനാണെന്ന് വിളിച്ചു പറഞ്ഞ അപ്പ തീരും നിന്റെ ഏനക്കേട്. അതെന്നെ കൊണ്ട് നീ ചെയ്യിക്കണ്ട. ഓഫീസ് റൂമിൽ ഫിലിക്സിനെ വൃന്ദയെ മുന്നിൽ നിർത്തി ഉറഞ്ഞു തുള്ളുവാണ് പ്രിൻസിപ്പൽ സാമുവൽ. രണ്ടാളും തലകുനിച്ചാണ് നിൽപ്പ്. അവർക്ക് പിന്നിലായി 2 ഫ്രണ്ട്സ് നിൽപ്പുണ്ട്. ഫിലിക്സിന്റെ ചുണ്ടുപൊട്ടി ചോലൊടിച്ചിട്ടുണ്ട്. പോരാത്തതിന് അവിടെ ഇവിടേക്കായി അടികിട്ടിയ ചുവന്ന് പാടും. വൃന്ദയുടെ കവളി കുത്തിപ്പിടിച്ച് പാടല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അവൾക്കില്ല. എന്നാലും മുഖത്ത് പതിവ് ദേഷ്യം തന്നെയാണ്. മുഖം വലിഞ്ഞു മുറുകി ദേഷ്യം അടക്കാനാവാതെ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് ഫിലിക്സ്. പപ്പയുടെ ഫ്രണ്ടാണ് സാമുവൽ. അതുകൊണ്ട് അങ്ങേരോട് എതിർത്ത് സംസാരിക്കാൻ അവൻ പോവാറില്ല. അല്ലെങ്കിൽ ഇപ്പോ അവന്റെ സ്വഭാവത്തിന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. 1-2 തവണയല്ല, പല തവണ വാൺ ചെയ്തതാണ്. ഇനിയും ഇതിങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഈ കോളേജിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതിനെ തെറ്റിക്കുന്ന ഒരാളും ഇവിടെ വേണമെന്നില്ല. 2 പേരൻസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. വരട്ടെ, ഇന്നിതിന് തീരുമാനമുണ്ടാക്കിയേ തീരൂ. ഇത് കേട്ടുകൊണ്ടാണ് വൈഷു ഓഫീസ് റൂമിലേക്ക് കയറുന്നത്. ഒരു നിമിഷം ദേഷ്യത്തോടെ തലകുനിച്ച് നിൽക്കുന്ന വൃന്ദയിലേക്ക് കണ്ണുകൾ പോയതും പെട്ടെന്നാണ് ഹു ആർ യു എന്ന് ചോദിച്ചിടത്തേക്ക് വൈഷു വെട്ടിത്തിരിയവേ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വൃന്ദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു. അതേസമയം തന്നെ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണ് ഒരുപോലെ വാതിക്കലേക്ക് പാഞ്ഞതും അവളുടെ ചേച്ചിയാണെന്ന് തോന്നുന്നു അളിയ. എൻ്റെ അമ്മോ, എന്നെ ആടാ കണ്ടിട്ട് എനിക്കങ്ങ്. വൈഷുവിലേക്ക് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ഫിലിക്സിന്റെ പിന്നിൽ നിന്ന് സഞ്ജു അവന്റെ ചെവിയിലെ സ്വകാര്യം കണക്കെ പറഞ്ഞതും ഫിലിക്സിന്റെ ചുട്ടരിക്കുന്ന നോട്ടത്തിൽ അവൻ പറയാൻ വന്നത് വിഴുങ്ങി മെല്ലെ തല താഴ്ത്തി. കുട്ടി ആരാണെന്നാ ചോദിച്ചത്? വൃന്ദയുടെ ആരെങ്കിലും ആണോ? പ്രിൻസിപ്പൽ വീണ്ടും വൈഷുവിനെ നേരെ ചോദിച്ചതും വൃന്ദ അവളിൽ നിന്ന് വിട്ടുമാറി തല താഴ്ത്തി നിൽക്കവേ വൈഷു അവളെ ഉറ്റുനോക്കി ഓഫീസിലേക്ക് കടന്നു. ഞാൻ വൃന്ദയുടെ ചേച്ചിയാണ്. എന്താ സാർ പ്രശ്നം? ഓഹോ, അത് കുട്ടിയാണോ? പ്രശ്നം തന്നെ ഉള്ളൂ. ഈ കുട്ടി ഇവിടെ വന്നപ്പോ തൊട്ട് പ്രശ്നങ്ങളാണ്. ഒരു കോളേജൊക്കെ ആകുമ്പോൾ റാഗിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ സാധാരണമാണെന്ന് കരുതി വൃന്ദ ഒരു പെൺകുട്ടിയല്ലേ, അടിച്ചു തീർക്കാനെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണോ ഇവളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് ചെയ്യാതെ പരസ്പരം അടികൂടാൻ ഇവൾക്ക് ആര് അനുവാദം കൊടുത്തത്? ഇവരെ കണ്ടല്ല മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നത്. എനിവേ, ഇതൊരു നല്ല നിലയ്ക്ക് പോകുന്ന കോളേജാണ്. ഇവിടെ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്തവർ ഇവിടെ നിൽക്കണമെന്നില്ല. ഒരാഴ്ച വീട്ടിലിരിക്കട്ടെ, അപ്പോൾ പഠിച്ചോളും രണ്ടും. അത്രയും പറഞ്ഞ് സാർ പുറത്തേക്ക് പോകാനൊരുങ്ങിയത് വൈഷു. സാർ പ്ലീസ്, വൃന്ദ ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷെ അവൾ എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അപേക്ഷയാണ്. ഈ ഒരു പ്രാവശ്യത്തേക്ക് സാർ ക്ഷമിക്കണം. ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. 1-2 തവണയല്ലേ കുട്ടി, പല തവണയായി ഇത് ആവർത്തിക്കുന്നു. ഇനി ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇതിനൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ വിരുദ്ധ തന്നെ ആവർത്തിക്കും. അത് മറ്റുള്ളവർക്ക് ആപത്താണ്. എന്തായാലും കുട്ടി പറഞ്ഞോണ്ട് ഞാനൊന്ന് നോക്കാം. ആദ്യം ഫിലിക്സിന്റെ പേരൻസ് കൂടി വരട്ടെ, എന്നിട്ട് നോക്കാം ബാക്കി. അത്രയും ദൃഢമായ ശബ്ദത്തോടെ പറഞ്ഞ അദ്ദേഹം അവസാനം വൃന്ദയെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയതും വൈഷു വൃന്ദയെ നോക്കി. അവൾ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കൈ വലിച്ച് ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുപോയി. ചേച്ചി, ഞാൻ മിണ്ടരുത്. നീ പല ആവർത്തി നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഓരോ ഏടാകുറത്ത് ചെന്ന് ചാടരുതെന്ന്. എന്താ അപ്പൂ നിനക്ക്? ആരോടാ നിന്റെ വാശിയും ദേഷ്യവും? ഈ വാശിയും ദേഷ്യവും വെച്ച് അടിയുണ്ടാക്കാൻ പോകരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെടി നിന്റെ അടുത്ത്? പറഞ്ഞാൽ കേൾക്കില്ല അസത്ത്.
നീ നമ്മുടെ പാവ അമ്മയെക്കുറിച്ച് എന്താ അപ്പോ ചിന്തിക്കാത്തത്? ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോഴുള്ള ഭവിഷ്യത്ത് നിനക്കിപ്പോ മനസ്സിലായോ? ഇനി എന്തൊക്കെ കാണണം എൻ്റെ കൃഷ്ണ. ഇതേ സമയം കോളേജ് ഗ്രൗണ്ടിൽ പൊടി പറത്തിക്കൊണ്ട് ഒരു ബ്ലാക്ക് താർ ഇരുമ്പലോട് വന്ന് നിർത്തിയതും അതിൽ നിന്ന് അലക്സ് ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ച് ഹോട്ട് ഹാൻഡ്സം ലുക്കിൽ വന്നിറങ്ങിയതും കോളേജിൽ മുഴുവൻ കുട്ടികളും അവനെ കണ്ട് കണ്ണ് തള്ളി വായം പൊളിച്ച് നോക്കി നിൽക്കെ അവൻ സ്പെക്സ് എടുത്തു വെച്ച് പതിവ് ചുവടിങ്ങ ചവച്ചുകൊണ്ട് നെറ്റിയിലായി വീണ് കിടക്കുന്ന മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി മാറ്റി മുന്നോട്ട് നടന്നു. ചേച്ചി എന്തറിഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട്, അവൻ എന്റെ ഫോട്ടോ ഏതോ ഒരുത്തനുമായിട്ട്. അത്രയും പറഞ്ഞ് വൃന്ദ എങ്ങോട്ട് തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് വൈശു അവളെ നോക്കുന്നിടത്തേക്ക് നോക്കിയതും ഫിലിക്സും അവന്റെ ഫ്രണ്ട്സുമായിരുന്നു. ഫിലിക്സ് വൃന്ദയെ ഉറ്റുനോക്കി. അവൾക്ക് അടുത്തേക്ക് വരുന്നത് കണ്ട് വൈശു വൃന്ദയെ നോക്കിയതും അവൾ അവന്റെ പകുപ്പോടെ നോക്കുവാണ്. അപ്പോഴൊക്കെ ഫിലിക്സ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പുന്നാര അനിയത്തിയോട് പറഞ്ഞേക്കും മര്യാദയ്ക്ക് നിന്നോളാൻ. അവള് കളിച്ചത് ഫിലിക്സിനോടാ. കിട്ടിയതെന്തും ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തേ എനിക്ക് ശീലമുള്ളൂ. ഇതും കൊടുത്തിരിക്കും പലിശ സഹിതം. ഒരുങ്ങി നിന്നോളാൻ പറഞ്ഞേര് അവളോട്. അത്രയും വൃന്ദയെ പകയിരുന്ന നോട്ടം നോക്കി ദഹിപ്പിച്ചുകൊണ്ട് വൃന്ദയോടായി പറഞ്ഞു പോകാൻ തിരിഞ്ഞതും അത് നിന്റെ മറ്റവളോട് പോയി പറയടാ അപ്പു. വൈശു ശാസനയോട് അവളെ വിളിച്ചെങ്കിലും ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അപ്പു അവളെ കേൾക്കാതെ അവനോട്, നീ ആരാടാ എന്റെ ചേച്ചിയോട് സംസാരിക്കാൻ? എന്റെ ചേച്ചിയോട് നേർക്കുന്നേരം നിൽക്കാൻ പോലും നിനക്കൊന്നും യോഗ്യതയില്ല. കുറെ നേരമായല്ലോ നിന്റെ വായിട്ടടിക്കാൻ തുടങ്ങിയിട്ട്. ധൈര്യമുണ്ട് നേർക്കുന്നേര് വാടാ. അപ്പോ മിണ്ടാതിരിക്കടി. ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. അവൻ എന്താ ചെയ്തതെന്ന് ചേച്ചി കണ്ടില്ലേ? താനൊരു ഫ്രോഡാണെന്ന് എനിക്കറിയാമായിരുന്നടോ. പക്ഷെ ഇത്ര ചീപ്പാണെന്ന് അറിഞ്ഞില്ല. നോക്കിക്കോ, താൻ എനിക്കിട്ട് ഈ ചീപ്പ് പണി തന്ന താനോ തന്റെ ഫ്രണ്ട്സോ ആരായാലും എന്റെ പേര് വൃന്ദ വിശ്വനാഥൻ എന്നാണെങ്കിൽ തന്നിരിക്കും പണി ഞാൻ. ചെലക്കാതെടി. നീ എന്നെ അടി. എന്നെ അങ്ങ് പുളുത്തുവോ? കുറെ നേരമായല്ലോ നീ അങ്ങ് ചെലക്കുന്നു. ഇന്നേ വരെ ഒരു പെണ്ണും എനിക്ക് നേരെ കൈപൊക്കിയിട്ടില്ല. നീ ഒരുത്തിയെന്നും അത് ഫിലിക്സിന്റെ നേർക്ക് വെച്ചേക്കത്തില്ലടി പൊന്നു മോളെ. ഫിലിക്സ് വിട്ടേക്കട മതി. ഫിലിക്സിന്റെ ഫ്രണ്ട്സ് അവനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവൻ അവളുടെ നേർക്ക് ഉറിഞ്ഞു തുള്ളുകയാണ്. ശബ്ദം കേട്ട് കോളേജിലെ പകുതി പിള്ളേരും അവിടേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഒന്ന് പോടോ, താറൊന്നും ഒരു ചുക്കും ചെയ്യില്ല. തന്നെ പോലുള്ളവരെ വൃന്ദ ഒരുപാട് കണ്ടിട്ടുള്ളതാ. തന്റെ സൂക്കേടിനുള്ള മരുന്ന് അത് തന്റെ വീട്ടുകാരെടുത്ത് കാണും. അല്ലെങ്കിൽ തന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. തന്നെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിടുന്നത് അവർക്കാണ് ആദ്യം. എന്റെ വീട്ടുകാരെ പറയുന്നോടി മോളെ. ദേഷ്യത്തിൽ വിറച്ചവൻ വൃന്ദയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതും അത്രയും നേരം അലച്ചോണ്ടിരുന്ന വൃന്ദ ശ്വാസം കിട്ടാതെ പിടഞ്ഞതും ആ കാഴ്ച കണ്ട് വൈശുവിന്റെ മനസ്സ് ഒരു വേള നൊന്തു. ശരവേഗം രക്തം തിളച്ചതും അവനെ പിടിച്ചു തള്ളി മാറ്റി മറ്റൊന്നും ചിന്തിക്കാതെ ദേഷ്യത്തിൽ വിറച്ചവൾ അവളിലേക്ക് കൈ ഉയർത്തവേ പെട്ടെന്നായിരുന്നു ആ കൈയിലായി ബലമായ കൈ വന്നു പിടിച്ചത്. പിടിച്ച ആഘാതത്തിൽ കയ്യിലെ നേർത്ത ചുവന്ന കുപ്പിവളകൾ പൊട്ടിച്ചിതറി ആ കയ്യിലായി മുറിവ് തീർത്തതും അവൾ വേദനയിൽ മുറുക്കിയടച്ച കണ്ണുകൾ തുറക്കവേ കണ്ണിലാദ്യം തെളിഞ്ഞ പൂച്ചക്കണ്ണുകൾ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിൽക്കവേ ശരവേഗം അവളിലേക്ക് കണ്ണുകൾ പോയതും അവൾ ഞെട്ടിവരച്ച് കണ്ണു തള്ളി അവനെ മരവിപ്പോടെ നോക്കി നിന്നു. ബ്രോ. പ്രതീക്ഷിക്കാതെ അലക്സിനെ അവിടെ കണ്ട ഷോക്കിൽ ഫിലിക്സിന്റെ നാവിൽ നിന്ന് അറിയാതെ അങ്ങനൊന്നു വന്നു. അവൻ കണ്ണു മിഴിച്ച് അവനെ നോക്കവേ ഫിലിക്സിന്റെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന വൈശുവിലായിരുന്നു. ചുണ്ടിൽ അവൻ തേടി നടന്നതെന്തോ കയ്യിൽ കിട്ടിയ രീതിയിലുള്ള വിജയച്ചിരിയും. അവിടെ നടക്കുന്ന കാഴ്ചയിൽ ചുറ്റും കോളേജ് മുഴുവൻ ആ സമയം കൊണ്ട് തടിച്ചു കൂടിയതും വൈശു ഒന്ന് ഞെട്ടി ചുറ്റിലും തങ്ങളെ നോക്കുന്ന കണ്ണുകളിലേക്ക് ഒരു വേള നോക്കിയ ശേഷം അവന്റെ കയ്യിൽ നിന്നും കൈ പിൻവലിക്കാൻ നോക്കി. ഡോ, താൻ ആരാ? എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കൈയെടുക്കണോ?